പത്തനംതിട്ടയിൽ ബൈക്കിൽ സഞ്ചരിച്ച യുവാവിന് നേരെ ആസിഡ് ആക്രമണം. പരിക്കേറ്റ അനൂപ് തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. വിശദാംശങ്ങളുമായി മിഥുൻ മുരളി ചേരുകയാണ്. മിഥുൻ, എപ്പോഴായിരുന്നു സംഭവം? ഈ പരിക്കേറ്റാളുടെ ആരോഗ്യനിലയും എങ്ങനെയാണ്? ഇന്നലെ രാത്രി 8 മണിയോടെയാണ് ഈ സംഭവം നടക്കുന്നത്. അനൂപ് കലഞ്ഞൂർ ഭാഗത്ത് ഒരു കട നടത്തുന്ന വ്യക്തിയാണ്. കട അടച്ചതിന് ശേഷം വീട്ടിലേക്ക് തിരികെ മടങ്ങി പോകുന്നതിനിടയിലാണ് ആസിഡ് ആക്രമണം ഉണ്ടായത്. ബൈക്കിലായിരുന്നു ഇയാൾ സഞ്ചരിച്ചിരുന്നത്. പിറകെ എത്തി ആസിഡ് ഒഴുക്കിയായിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാൾ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. അനൂപുമായി വൈരാഗ്യമുള്ള വ്യക്തിയാണ് എന്നുള്ളതാണ് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം. കൂടുതൽ ആളുകൾ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് അനൂപിന്റെ വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ ആക്രമണം നടത്തിയതാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ കസ്റ്റഡിയിലുള്ള വ്യക്തിക്ക് അനൂപുമായി ശത്രുത ഉണ്ടായിരുന്നു, വൈരാഗ്യം ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്തിയത് എന്നുള്ള ഒരു പ്രാഥമിക വിവരമാണ് പുറത്തു വരുന്നത്. അനൂപിന്റെ കണ്ണിന് അടക്കമുള്ള ഭാഗങ്ങളിലേക്കാണ് ഈ ആസിഡ് ആക്രമണം ഉണ്ടായത്. അതുകൊണ്ട് നേരിയ പരിക്കുകളാണ് ഉള്ളത്. കൂടുതൽ ഗുരുതരമായ അവസ്ഥയിലേക്ക് പോയിട്ടില്ല. തിരുവല്ലയിലെ ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. കണ്ണിന്റെ കാഴ്ചയെ അടക്കം ബാധിച്ചിട്ടുള്ളതിനടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. കണ്ണ് ഉൾപ്പെടെയുള്ള ചില ഭാഗങ്ങളിലേക്കാണ് കൂടുതലായി ഈ ആസിഡ് ആക്രമണം ഉണ്ടായത് എന്നുള്ളതാണ്. പോലീസ് കൂടുതൽ അന്വേഷണം നടത്തി വരുന്നു. ഇപ്പോൾ കസ്റ്റഡിയിലുള്ള വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് കൂടുതൽ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരി, മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്.